KSEB വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ പോസ്റ്റുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് KSEBയുടെ ഭാഗത്തു നിന്ന് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ എന്താണ് ഈ എക്സാമിനേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ എൻട്രിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരം കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കും, ITI കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ ITIയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KGC കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് പറ്റുന്നുണ്ടോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നിരന്തരം എൻട്രിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, KSEB മസ്ദൂർ അല്ലെങ്കിൽ വർക്കർ പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് പ്രശാന്ത് സാർ ആയിരിക്കും. ഈ ഒരു എന്താ പറയുക, നിങ്ങളുടെ KSEB മസ്ദൂർ ഓർ വർക്കർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള പ്രിപ്പറേഷനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ ആ ഒരു സെഷനിൽ നമ്മൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഡിസംബർ 21 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഡിസംബർ 21 7 മണിക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സെഷനിൽ നിങ്ങളുടെ മുഴുവൻ ഡൗട്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലിയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒഫീഷ്യലായിട്ട് PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പല മിനിറ്റ്സിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ഉറപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി KSEBയിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വേക്കൻസി അപ്ഡേറ്റ് PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു നോട്ടീസിൽ നമ്മൾ കണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും വൈകാൻ സാധ്യതയില്ല. മാത്രമല്ല പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇതിൽ എത്രത്തോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 4000-ലധികം ഒഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ മസ്ദൂർ ഓർ വർക്കർ പോസ്റ്റിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ മസ്ദൂർ പോസ്റ്റിൽ ഇതേപോലെ 4000-ലധികം വരുമോ, അല്ലെങ്കിൽ വേക്കൻസി കുറയാൻ സാധ്യതയുണ്ടോ എന്ന് തുടങ്ങി KSEB മസ്ദൂർ പോസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, KSEB മസ്ദൂർ ഓർ വർക്കർ പോസ്റ്റിൽ മുൻ വർഷങ്ങളിലുള്ളതുപോലെ ഒരു ചോദ്യ പേപ്പർ ആയിരിക്കില്ല ഇത്തവണ വരാൻ പോകുന്നത്. കാരണം അന്ന് നിങ്ങൾക്കറിയാം 4ാം ക്ലാസ് മാത്രമായിരുന്നു ഇതിൻ്റെ യോഗ്യത. ഇപ്പോൾ ITI ഇലക്ട്രീഷ്യൻ ഓർ വയർമാനായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം ഏത് രീതിയിലായിരിക്കും വരാൻ പോകുന്നത്, ഇതിൻ്റെ സിലബസ് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ A to Z കാര്യങ്ങൾ KSEB മസ്ദൂർ പോസ്റ്റുമായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിനാണ് പ്രശാന്ത് സാർ ഈ ഒരു വെബിനാറിൽ വരുന്നത്. അപ്പോൾ ഡിസംബർ 21 7 മണിക്കായിരിക്കും ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുക. സോ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബിനാറിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക, എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്ന് മാത്രമല്ല ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നമ്മുടെ KSEB വർക്കർ ഓർ മസ്ദൂർ പോസ്റ്റിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഉൾപ്പെടെ ലഭിക്കും. അപ്പോൾ അതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ആ ഒരു വെബിനാറിൽ പ്രശാന്ത് സാർ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.